പാലക്കാട് നേരത്തെയൊക്കെ ശോഭാ സുരേന്ദ്രന് മുന്നിൽ ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇനി അതുപോലെ നമ്മളെ അല്ല, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിഷാരടി ചിത്രത്തിൽ വന്നില്ല, പക്ഷെ ഇപ്പോ ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ 300-400 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മുന്നിൽ കയറുകയും 1000-ലധികം വോട്ട് നേടി ലീഡിൽ നിൽക്കുന്നത്. അതേപോലെ ഇപ്പം ആകെ ഒരു ഇതൊക്കെ പറവൂരിൽ വി ഡി സതീശൻ വീണ്ടും മുന്നിലേക്ക് വന്നു. 1000-ലധികം വോട്ടിന് ഉണ്ടെന്ന് നിൽക്കുന്നത്. ഇത് 4ാം റൗണ്ടാണ് വോട്ട് എണ്ണുന്നത്. 94-44-2 എൻഡിഎ ഒക്കെ സീറ്റ് കുറഞ്ഞു 2. അതായത് ഇപ്പോഴാണ് അവരൊരു 4-5-2 ഒന്നിലേക്ക് പോയിട്ട് പിന്നെ വന്നു. ഇതിപ്പോ LDF 44 സീറ്റും UDF 94 സീറ്റും വെച്ചിട്ടാണ് കളി എന്ന് പറഞ്ഞാൽ 50 സീറ്റിന്റെ വ്യത്യാസം വളരെ വ്യക്തമായി തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അവർ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ വേറൊരു കാര്യം, പിണറായി എന്തുകൊണ്ടാണ് കണ്ണൂരിന്റെ ആ ഒരു ധർമ്മടത്തിന്റെ അല്ലെങ്കിൽ ആ പെർളശ്ശേരി ഭാഗത്തിന് ഇതിന്റെ അകത്ത് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് സംഭവം നോക്കൂ, ഇനി വരാനിരിക്കുന്ന ഓരോ ഏരിയയിലുള്ള വോട്ടെണ്ണൽ നടക്കുമ്പോഴാണ് ലീഡും കുറയുന്നതും കൂടുന്നതും നിശ്ചയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായ ധർമ്മടത്ത് ഇനിയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ CPM-ന്റെ കൊത്തളങ്ങൾ അവിടുന്ന് എണ്ണാനിരിക്കുന്നേ ഉള്ളൂ. മെയിൻ അത്. അതേപോലെ നമുക്കൊരു പ്രത്യേക സ്ഥലത്തിന് എടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും, കാരണം പണ്ടുള്ളത് പോലല്ല, രാഷ്ട്രീയത്തിൽ അത് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായി പറഞ്ഞാൽ ഈ പെർളശ്ശേരി പോലുള്ള സ്ഥലം നമ്മൾ ഏതൊക്കെ രീതിയിൽ എടുത്ത് നോക്കിയാലും അതൊക്കെ എണ്ണാൻ തുടങ്ങുമ്പോഴത്തേക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അതിൻ്റെ അകത്തുള്ള ലീഡ്, ഇപ്പൊ 2812 വോട്ടിന്റെ ലീഡ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഈ 2812 വോട്ട് ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞ വലിയ ലീഡല്ല. ശരിക്കും പിണറായി വേർക്കാൻ സാധ്യത കുറവാ. അതായത് അദ്ദേഹം ജയിക്കും വിശ്വാസം. പക്ഷെ സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും ഏറെ ഫോക്കസ് ചെയ്യുകയും ഏറെ വിമർശനം NDA ഒന്നിലേക്ക് പോയി. 95-44-1 ഞാൻ പറഞ്ഞ 14-17 എവിടെ 14, എന്നാൽ നമ്മള് 7 പറഞ്ഞത്. ആ 7 പോലും എത്തുന്നില്ല. അത് 4-5 നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അത് 7 പോകുന്നു. ഇല്ല, ഇനി അത് ഒരു ഉയർന്നു വരാനും കുറച്ച് ബുദ്ധിമുട്ട്. അതിനകത്ത് കെ സുരേന്ദ്രൻ കാസർഗോഡ് പിറകിലാണ്, വളരെ പിന്നിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ IC ബാലകൃഷ്ണൻ അതാണ് അദ്ദേഹത്തെ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരാളാണ്. പിഷാരടി ഏകദേശം 1500 വോട്ടിലാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അത് 1500 3000 4000 ആയി കഴിഞ്ഞാൽ പിന്നെ ശോഭ പൊങ്ങൂല. ഇല്ല, സ്വാഭാവികമായിട്ട് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. ആ പാലക്കാട് ആ സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ KB ഗണേഷ് കുമാർ ഇതുപോലുള്ള മന്ത്രിമാർ, KV ഗണേഷ് കുമാറൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ചതാണ്. KSRTC-യിലൊക്കെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച സ്വാഭാവികമായിട്ട് ഒരുപാട് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു കുറച്ചിൽ വന്നിട്ടുണ്ട്. കാരണം മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊക്കെ ആയിട്ട് ചിലപ്പോൾ ജനങ്ങൾ അതും കൂടി കാണുന്നുണ്ടാവും, കുടുംബ പ്രശ്നം. കാരണം സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, പക്ഷേ KB ഗണേഷ് കുമാർ എന്നല്ല, ഏതൊരു നേതാവും പൊതുമുതലാണ്, സാധാരണ ജനങ്ങളുടെ മുതലാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിലയിരുത്തും. അത് ഇനി ഭാവിയിലുള്ളവരെങ്കിലും അത് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഞാൻ പൊതുമുതലാണ്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇതിന് വന്നിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുമ്പോഴും ഓർമ്മയുണ്ടാവും. പൊതുവെ ഇപ്പൊ നരേന്ദ്രമോദിനെ എടുക്കാണ്, പൊതുമുതൽ അദ്ദേഹത്തിന് ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇവിടെ ഫാമിലിക്കൊന്നും പ്രസക്തിയില്ല. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ പൊതുസമൂഹത്തിൽ ആരാണോ അവിടെയാണ് അതിന്റെ വില. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ കുട്ടികൾ അങ്ങനെയാണ്. അല്ലല്ല, തീർച്ചയായും ഏതോ രീതിയിലും ആവട്ടെ. പക്ഷെ ഫാമിലി ഇപ്പം ഏതൊരു രാഷ്ട്രീയ നേതാവായാലും മന്ത്രി ആയാലും അവരുടെ ഫാമിലി മുന്നിൽ വരുന്നില്ല. മന്ത്രി മാത്രമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അവരുടെ ഭരണപാഠം എങ്ങനെ, അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ ശ്രദ്ധിക്കുമ്പോൾ അത് ആര് മനസ്സിലാക്കണം? ഈ മന്ത്രിയായിരിക്കുന്നവരും ഉന്നതിയിലിരിക്കുന്നവരും പൊതുസ്വത്തായിരിക്കുന്ന പൊതുപ്രവർത്തകരും മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതായത് മധ്യവയസ്കരുടെ, അതായത് യുവാക്കളുടെ വോട്ട് എങ്ങോട്ട് പോയി? അതാണ് യുവാക്കളുടെ വോട്ട് ആർക്ക് കിട്ടി?
അതാണോ ഈ ഒരു ഭരണ യുവാക്കൾ ഈ ഒരു ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും യുവാക്കൾ ഒരു പരിധി വരെ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. SIRന്റെ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് വോട്ടിംഗ് ശതമാനം കൂടാൻ കാരണം, അതായത് പണ്ടുള്ളതിനേക്കാൾ കുറവാണെങ്കിലും വോട്ടിംഗ് ശതമാനം ഇവിടെ കൂടിയിട്ടുണ്ട്. അത് കൂടാനുള്ളൊരു കാരണം SIR വന്നതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് വോട്ട് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എത്രയോ ശതമാനം വോട്ട് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം അതില്ല. അവിടെയാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. തൃക്കരിപ്പൂരിൽ സന്ദീപ് നേരത്തെ മുന്നിലായിരുന്നു. തൃക്കരിപ്പൂര് ഈ പിന്നെ VPP മുസ്തഫ രണ്ടാം റൗണ്ടല്ല, ഇതിപ്പോ 4 റൗണ്ടായി. ഓരോ സ്ഥലങ്ങളിലും 4 റൗണ്ടിലേക്ക് ഏകദേശം വന്നു കഴിഞ്ഞു. എന്നിട്ടും LDFന് ലീഡ് ഉയർത്താനോ അതേസമയം UDFന് ഒരു ഭീഷണി ആവാനോ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ശ്യാമള ടീച്ചർ PK ശ്യാമള മുന്നോട്ട് വന്ന സമയത്തും ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ മറികടന്നിട്ടാണ് ഇപ്പോൾ 700 സംതിങ് വോട്ടിന് മുന്നിൽ നിൽക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് CP ജോൺ 2100 അദ്ദേഹം ലീഡ് വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായി കോൺഗ്രസിന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് പായസം വെക്കാനുള്ള സമയമായി, പടക്കം പൊട്ടിക്കുന്ന സമയം. കണ്ണൂരിൽ ചിത്രം തെളിഞ്ഞു. അതായത് വിഷയമില്ല. കണ്ണൂരിൽ TO മോഹനൻ വിജയിച്ചു എന്ന് പറയാം. നമുക്കങ്ങനെ പറഞ്ഞുകൂടാ. അത് അതിൻ്റെതായ രീതിയിലുള്ള ഡിക്ലറേഷൻ വരണം. എന്നാലും ഏകദേശം നമുക്ക് വിശ്വസിക്കാം TO മോഹനൻ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ട് കണ്ണൂർ മോഹൻ പറയുന്നില്ല. അതായത് ഏകദേശം വിശ്വസിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് അത് വിശ്വസിക്കാം. അതിന്റെ ഡിക്ലറേഷൻ വരണം. അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പം കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിലൊക്കെ ഇത് ജനങ്ങളിങ്ങനെ തടിച്ചുകൂടി ഇല്ല, ഇതൊരു ലീഡല്ലാന്നേ. ഇതൊരു ലീഡല്ല. ധർമ്മടം പോലുള്ള ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞ് ഇതൊരു ലീഡല്ല. എനിക്ക് തോന്നുന്നത് കൂത്തുപറമ്പിന്റെ ഒരു സൈഡ്, അതായത് പുറക്കുളം, അങ്ങനെയൊക്കെ ഈ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ 4 റൗണ്ട് ആണെങ്കിലും നെക്സ്റ്റ് റൗണ്ടിൽ എല്ലാം തകിടം പറയാനുള്ള സാധ്യതയുണ്ട്. അത് അവിടുത്തെ പ്രത്യേകതയാണത്. അതേപോലെ നമ്മൾ സ്വാഭാവികമായി നമ്മൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും ഇപ്പം വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ UDFന് 99 സീറ്റിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് VD സതീശൻ പറഞ്ഞതുപോലെ 100ലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് നേരെ പോണ്ടിച്ചേരി പുതുച്ചേരിയിലേക്ക് പോവാണെങ്കിൽ 20 NDA. അതുപോലെ തന്നെ നമ്മൾ നേരെ എവിടെ പോവാണെങ്കിൽ പുതുച്ചേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം. അതെ. അപ്പൊ ഈ തമിഴ്നാട്ടിൽ വിജയ് 100 കഴിഞ്ഞു. അതേപോലെ നമ്മള് പശ്ചിമ ബംഗാൾ പോവാണെങ്കിൽ NDA, അവിടെ NDA മമത പോയി. അതായത് ബംഗാളിന്റെ മമത പോയി. അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഉടനെ വരാം. ഓക്കെ. അതിനിടെ നമ്മുടെ ചാണ്ടിയമ്മൻ 20,700 വോട്ടിന്റെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ചാണ്ടിയമ്മൻ ജയിച്ചു 20,700 വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ ജയിച്ചു. പിന്നെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്ന കേസാണ്. ആയിട്ടുണ്ടാവും. ഓക്കെ.